പെയിന്റ് വിപണിയിൽ 3 പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ച് വാൾമാക്സ് വിപണിയിൽ മുന്നേറുന്നു. അന്താരാഷ്ട്ര വിപണിയിലും വാൾമാക്സ് ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറി വരികയാണ്. കംബോഡിയയ്ക്ക് പിന്നാലെ ദുബായിലേക്കും ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് വാൾമാക്സ്. കൊച്ചിയിൽ ചേർന്ന വാൾമാക്സ് പെയിന്റ്സ് ഡീലർഷിപ്പ് മീറ്റിലാണ് പുതിയ 3 ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം വിവിധ വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയ ഡീലർമാർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മുൻവർഷത്തെ അപേക്ഷിച്ച് 2023-24 കമ്പനിക്ക് മികച്ച വളർച്ചയാണ് ഉണ്ടായതെന്ന് വാൾമാക്സ് ഡയറക്ടർ സുശീൽ ആന്റണി പറഞ്ഞു. 20 വർഷങ്ങൾക്ക് മുമ്പ് പെയിൻറ്റിൻ്റെ അണ്ടർ കോട്ട്സ് മാത്രമായിട്ട് തുടങ്ങിയ വാൾമാക്സ് പെയിൻറ്റ്സ് എന്ന കമ്പനി ഇന്ന് പെയിൻറ്റിങ് ആൻഡ് വാട്ടർ പ്രൂഫിംഗ് ലെവലിൽ ഏത് സൊല്യൂഷൻസും തരാൻ കപ്പാസിറ്റിയുള്ളൊരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും കേരള ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിരുന്നു ഞങ്ങളുടേത്. ഇന്നിപ്പോൾ ഞങ്ങൾ കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. അതുകൂടാതെ കംബോഡിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ടും ആരംഭിച്ചിട്ടുണ്ട്. ടെക്സ്ചർ പുട്ടി നമ്മൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. ഒപ്പം എപ്പോക്സി ഫ്ലോർ കോട്ട്സ്, അതുകൂടാതെ വാട്ടർ ബേസ്ഡ് സ്ക്രീഡ്, ഫ്ലോർ സ്ക്രീഡ് ഇന്ത്യയിൽ ഇന്ന് ഒരു കമ്പനിക്കും ഇല്ലാത്ത ഒരു ഉൽപ്പന്നം ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വാട്ടർ ബേസ്ഡ് സ്ക്രീഡ് ആ ഒരു ലെവലിലേക്ക് വാൾമാക്സ് പെയിൻറ്റ്സിനെ വളർത്തിയത് ഞങ്ങളുടെ ഡീലേഴ്സാണ്, ഒപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സും. 20 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച വാൾമാക്സ് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും വിപണി കീഴടക്കി കഴിഞ്ഞു. കംബോഡിയയിലേക്കും UAE-യിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട്. വൈകാതെ ദുബായിലും വാൾമാക്സ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും. ടഫ് എക്സ് ടെക്സ്ചർ പുട്ടി, ബേസ്മെന്റുകൾക്ക് ഉപയോഗിക്കാനുള്ള വാട്ടർ ബേസ്ഡ് സോൾവെന്റ് ഫ്രീ ബേസ് സ്ക്രീഡ്, തറകളിൽ ഉപയോഗിക്കാനുള്ള വാട്ടർ ബേസ്ഡ് സോൾവെന്റ് ഫ്രീ ഫ്ലോർ സ്ക്രീഡ് എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. പെയിന്റിംഗ്, വാട്ടർ പ്രൂഫിംഗ് രംഗത്ത് എല്ലാ ഉൽപ്പന്നങ്ങളും നൽകാൻ വാൾമാക്സിന് കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മൾട്ടിനാഷണൽ കമ്പനികളോട് മത്സരിച്ചാണ് വാൾമാക്സിന്റെ നേട്ടം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.